ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് കെമിസ്ട്രിയിലെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് എന്ത്? ഓപ്ഷൻ ഡി സൾഫ്യൂരിക് ആസിഡ്. രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡാണ്. ഒരു മോൾ ജലത്തിലടങ്ങിയിരിക്കുന്ന തന്മാത്രകൾ എത്രയാണ്? ഓപ്ഷൻ സി 6.022 ഇൻറ്റു 10⁻23. ഒരു മോൾ ജലത്തിലടങ്ങിയിരിക്കുന്ന തന്മാത്രകൾ എത്രയാണ്? 6.022 ഇൻറ്റു 10⁻23. സോഡിയം ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം. ഓപ്ഷൻ എ ഹൈഡ്രജൻ. സോഡിയം ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ. അലുമിനിയത്തെ ചെലവ് കുറഞ്ഞ രീതിയിൽ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ. ഓപ്ഷൻ ബി ഹാൾ ഹെറൗൾഡ് പ്രക്രിയ. അലുമിനിയത്തെ ചെലവ് കുറഞ്ഞ രീതിയിൽ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് ഹാൾ ഹെറൗൾഡ് പ്രക്രിയ. വിഡ്ഢികളുടെ സ്വർണമെന്നറിയപ്പെടുന്നത് എന്ത്? ഓപ്ഷൻ ഡി അയൺ പൈറൈറ്റ്. വിഡ്ഢികളുടെ സ്വർണമെന്നറിയപ്പെടുന്നത് അയൺ പൈറൈറ്റ് ആണ്. ലോഹങ്ങളുടെ മുറിച്ച പ്രതലത്തിന് തിളക്കം തോന്നുന്നതാണ്. ഓപ്ഷൻ എ ലോഹദ്യുതി. ലോഹങ്ങളുടെ മുറിച്ച പ്രതലത്തിന് തിളക്കം തോന്നുന്നതാണ് ലോഹദ്യുതി. അയിരിൽ നിന്ന് ഗാങ് നീക്കം ചെയ്യുന്ന പ്രക്രിയ. ഓപ്ഷൻ എ അയിരിൻ്റെ സാന്ദ്രണം. അയിരിൽ നിന്ന് ഗാങ് നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് അയിരിൻ്റെ സാന്ദ്രണം. താരതമ്യേന ശുദ്ധമായ പച്ചിരുമ്പ് അറിയപ്പെടുന്നത്. ഓപ്ഷൻ ബി റോട്ട് അയൺ. താരതമ്യേന ശുദ്ധമായ പച്ചിരുമ്പ് അറിയപ്പെടുന്നത് റോട്ട് അയൺ. സ്ഥിരകാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം. ഓപ്ഷൻ സി അൽനിക്കോ. സ്ഥിരകാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് അൽനിക്കോ. എഥനോൾ എന്നത്. ഓപ്ഷൻ ബി C2H5OH. എഥനോൾ എന്നത് C2H5OH. ഫെറസ് അയൺ ഗ്ലാസിന് നൽകുന്ന നിറം ഏതാണ്? ഓപ്ഷൻ എ പച്ച. പച്ച നിറമാണ് ഫെറസ് അയൺ ഗ്ലാസിന് നൽകുന്ന നിറം. 99% ശുദ്ധമായ എഥനോൾ അറിയപ്പെടുന്നത്. ഓപ്ഷൻ സി അബ്സല്യൂട്ട് ആൽക്കഹോൾ. 99% ശുദ്ധമായ എഥനോൾ അറിയപ്പെടുന്നത് അബ്സല്യൂട്ട് ആൽക്കഹോൾ. വാഹനങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന ആൽക്കഹോൾ. ഓപ്ഷൻ എ പവർ ആൽക്കഹോൾ. വാഹനങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന ആൽക്കഹോളാണ് പവർ ആൽക്കഹോൾ. പഞ്ചസാര നിർമ്മാണ സമയത്ത് ക്രിസ്റ്റലുകൾ ശേഖരിച്ച ശേഷം അവശേഷിക്കുന്ന പഞ്ചസാര അടങ്ങിയ മാതൃദ്രാവകം. ഓപ്ഷൻ ബി മൊളാസസ്. പഞ്ചസാര നിർമ്മാണ സമയത്ത് ക്രിസ്റ്റലുകൾ ശേഖരിച്ച ശേഷം അവശേഷിക്കുന്ന പഞ്ചസാര അടങ്ങിയ മാതൃദ്രാവകം മൊളാസസ്. ഫോമിക് ആസിഡിൻ്റെ രാസനാമം എന്താണ്? ഓപ്ഷൻ എ മെഥനോയിക് ആസിഡ്. ഫോമിക് ആസിഡിൻ്റെ രാസനാമമാണ് മെഥനോയിക് ആസിഡ്. ആൽക്കഹോളും ഓർഗാനിക് ആസിഡും തമ്മിൽ പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്നതാണ്. ഓപ്ഷൻ ബി എസ്റ്ററുകൾ. ആൽക്കഹോളും ഓർഗാനിക് ആസിഡും തമ്മിൽ പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്നതാണ് എസ്റ്ററുകൾ. കണ്ണാടി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തു. ഓപ്ഷൻ എ മണൽ. കണ്ണാടി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുവാണ് മണൽ. പ്രകൃതിദത്ത റബ്ബറിൻ്റെ മോണോമർ എന്താണ്? ഓപ്ഷൻ എ ഐസോപ്രീൻ. പ്രകൃതിദത്ത റബ്ബറിൻ്റെ മോണോമറാണ് ഐസോപ്രീൻ. ഹേബർ പ്രക്രിയയിലെ നൈട്രജൻ്റെയും ഹൈഡ്രജൻ്റെയും അനുപാതം. ഓപ്ഷൻ ഡി 1:3. ഹേബർ പ്രക്രിയയിലെ നൈട്രജൻ്റെയും ഹൈഡ്രജൻ്റെയും അനുപാതമാണ് 1:3. പഞ്ചസാരയുടെ തന്മാത്രാ സൂത്രം. ഓപ്ഷൻ എ C12H22O11. പഞ്ചസാരയുടെ തന്മാത്രാ സൂത്രമാണ് C12H22O11. സൾഫ്യൂരിക് ആസിഡ് വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയ.
ഓപ്ഷൻ സി സമ്പർക്ക പ്രക്രിയ. സൾഫ്യൂരിക് ആസിഡ് വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയയാണ് സമ്പർക്ക പ്രക്രിയ. രാസവള നിർമ്മാണത്തിന് വൻതോതിൽ ഉപയോഗിക്കുന്ന രാസവസ്തു. ഓപ്ഷൻ ഡി അമോണിയ. രാസവള നിർമ്മാണത്തിന് വൻതോതിൽ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് അമോണിയ. വിനാഗിരിയിൽ അടങ്ങിയ ആസിഡിലെ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഓപ്ഷൻ ഡി COOH. വിനാഗിരിയിൽ അടങ്ങിയ ആസിഡിലെ ഫങ്ഷണൽ ഗ്രൂപ്പാണ് COOH. ഗാഢ സൾഫ്യൂരിക് ആസിഡ് നൈട്രേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ്. ഓപ്ഷൻ എ നൈട്രിക് ആസിഡ്. ഗാഢ സൾഫ്യൂരിക് ആസിഡ് നൈട്രേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് നൈട്രിക് ആസിഡ്.